ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ വാട്സപ്പിലായാലും ടെലഗ്രാമിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ് സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നീറ്റിൻ്റെ ഒരു ലാസ്റ്റ് 10 ഡേയ്സ് ആയാലും അതുപോലെ ലാസ്റ്റ് 30 ഡേയ്സ് ആയാലും ലാസ്റ്റ് 50 ഡേയ്സ് ആയാലും ഒരുപാട് സ്റ്റഡി പ്ലാൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ നീറ്റ് 2025 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റഡി പ്ലാൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്റ്റഡി പ്ലാനിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ സെൽഫ് സ്റ്റഡി നടത്തുന്നവർ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് സ്റ്റഡി പ്ലാൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കൂടിയാണ് എന്താ പറയുക ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഒരു അടിപൊളി ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്ന് വെച്ചാൽ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, നീറ്റ് ആസ്പിറൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളെ ചാനലൊന്ന് നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോപ്പ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ ഡോപ്പിൻ്റെ പ്ലാൻ എങ്ങനെയാണ്, സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ചോദിച്ചിട്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെലഗ്രാമിലും ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും ഗ്രൂപ്പ് വഴി കയറിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഡോപ്പിൻ്റെ സ്റ്റഡി പ്ലാൻ, ഡോപ്പിൻ്റെ എക്സാം ടൈം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കറിയില്ല, മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. സോ അവിടെ നമുക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് ഡോപ്പ സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരോടൊക്കെ ചോദിച്ചിട്ട് അവരോട് ഡോപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഡോപ്പിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും മെസ്സേജ് ഒന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള സമയമില്ല. കാരണം എന്ന് വെച്ചാൽ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. സോ ജസ്റ്റ് നമ്മൾ നിങ്ങളുടെ ഡൗട്ട് ജസ്റ്റ് സോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, റെഡി. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കും. എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷെഡ്യൂൾ, അതായത് ഒക്കെ നമ്മൾ എന്താ പറയുക ഒരു അടിപൊളിയായിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുക്കുന്നുണ്ട്. സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലാതെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിട്ടും. ഓക്കെ, റെഡി. സോ സ്റ്റഡി പ്ലാൻ ഫോർ നീറ്റ് 2025 ആസ്പിറൻസ്, അതായത് 2025 നീറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് ഗ്രൂപ്പിലും കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മളെ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ PDF കൊടുക്കാം, അതായത് ഈ ഒരു സ്ലൈഡ്സിൻ്റെ PDF ഞാൻ കൊടുക്കാം. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്താലും മതിയാകും. റെഡി. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ 2025 നീറ്റ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലാൻ പറയുന്നുണ്ട്. ഓൺലൈൻ കുട്ടികൾക്ക് പറയുന്നുണ്ട്, ഓഫ്ലൈൻ കുട്ടികൾക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്കും വേണ്ടിയിട്ടുള്ള പക്ക അടിപൊളി സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ലാസ് കാണേണ്ടത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ടൈം ലൈൻസ് കൊടുക്കുന്നുണ്ട്, ടൈം കോഡ്സ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ടൈം കോഡ്സും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് ഓൺലൈൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓൺലൈൻ സ്റ്റഡി പ്ലാനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇനിഷ്യലി പറയുന്നത്. ഓക്കെ, സോ ഓൺലൈൻ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, അതായത് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ, അതായത് രാവിലെ എണീച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന. അതാണ് ഓക്കെ. എന്നെപ്പോൾ, അതായത് ഞാനൊക്കെ രാവിലെ എണീച്ച് പഠിച്ചൊരു സ്റ്റുഡൻ്റ് അല്ല, അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനാണ്. ഓക്കെ, നോർമലി നമ്മൾ ഇത് 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എണീച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, റെഡി. ഇത് ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഏകദേശം ഒരു 7:30 മുതൽ 8:30 വരെ ഫസ്റ്റ് സ്റ്റഡി പ്ലാൻ വരുന്നത്. 7:30 മുതൽ 8:30 വരെ ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യാം, ബയോളജി പഠിക്കുക. ഓക്കെ, ഇനീഷ്യലി 7 മുതൽ 8:30 വരെ ഏകദേശം 1 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ബയോളജി പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ബയോളജി പഠിക്കാം. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നുള്ളത് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ 9 മുതൽ 11 മണി വരെ ഏകദേശം 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് കാണാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഡോപ്പ സ്റ്റുഡൻസ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്. സോ അവർക്കൊക്കെ പറ്റിയൊരു സ്റ്റഡി പ്ലാൻ തന്നെയാണ്, ഓൺലൈൻ സ്റ്റുഡൻസിന് പറ്റിയൊരു സ്റ്റഡി പ്ലാനാണ്. സോ നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഓക്കെ റെഡി. അപ്പോൾ ഡൺ. നമ്മളിപ്പോൾ ഈ ഒരു അതായത് 11 മണി വരെ പഠിച്ചു കഴിഞ്ഞു, ക്ലാസ് കേട്ടു. പിന്നുള്ളത് 11:15 ഒരു 15 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഒന്ന് യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് നിങ്ങൾ റൂമിലോട് ഒന്ന് വാക്ക് ചെയ്യുക. സോ ദ ബ്ലഡ് സർക്കുലേഷൻ, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ 11:15 മുതൽ 1:15 വരെയാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ വരുന്നത്. അത് നിങ്ങൾ 2 മണിക്കൂർ സെഷനാണ്, നിങ്ങൾ ക്ലാസ് കേൾക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്, അത് ലഞ്ച് ബ്രേക്ക് ആണ്. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ലഞ്ച് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം 1:15 മുതൽ 2:15 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലഞ്ച് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ 2 മണിക്കൂർ സെഷനിൽ നിങ്ങൾ 4:15 വരെ എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കുക. സോ നിങ്ങളെ ക്ലാസ്സസ് എല്ലാം മെജോറിറ്റി ഓഫ് ക്ലാസ്സസ് നിങ്ങൾ ഓവറായി. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ക്ലാസ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുക. ഓക്കെ. നമ്മളിപ്പോൾ ഇനീഷ്യലി ഫോക്കസ് ചെയ്യുന്ന 3 ക്ലാസ്സസ്, 2 മണിക്കൂർ 3 ക്ലാസ്സസ് ആണ് നമ്മൾ ഇനീഷ്യലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ 4:45 പിന്നെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കുക. പിന്നെ ഒരു 2 മണിക്കൂർ സെഷൻ 6:45 വരെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ബ്രേക്ക്, ഒരു 7 മണി മുതൽ 9 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും പഠിക്കാം. പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ബുക്ക് എടുത്ത് വായിക്കല്ല. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ് ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ 7 മുതൽ 8:30 വരെ നമ്മൾ എന്ത് ചെയ്യും, ബയോളജി പഠിച്ചു. അപ്പോൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. NCERT ടെക്സ്റ്റ് അല്ല റീഡ് ചെയ്യേണ്ടത്. അതായത് ഫിസിക്സിന് NCERT ടെക്സ്റ്റ് അല്ല ഇനീഷ്യലി റീഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് ഒരുപാട് PYQs എടുത്ത് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബുക്ക് ചെയ്താലും മതിയാകും. ഓക്കെ. പിന്നെ കെമിസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനോർഗാനിക് ഒക്കെ ആണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ NCERT റീഡ് ചെയ്യണം. NCERT റീഡ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യുക. അല്ലാത്തതൊക്കെ ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ ചെയ്ത് തീർക്കുക. എന്നാൽ നിങ്ങൾക്ക് വീക്കിലി എക്സാമിൽ നിങ്ങൾക്ക് സമയം ഉണ്ട്. അപ്പോൾ വീക്കിലി എക്സാം ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ റെഡി. പിന്നെ 9:30 മുതൽ 12 മണി വരെ ഏകദേശം പിന്നെ വരുന്നത്, പിന്നെ ഒരു നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ സമയത്ത് അരമണിക്കൂർ ഇട്ടിട്ടുണ്ട്. പിന്നെ 9:30 മുതൽ 12 മണി വരെയാണ് ഏകദേശം 2.5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഫിസിക്സും ഇവിടെ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ റിവിഷൻ ചെയ്യാം, അല്ലെങ്കിൽ സെയിം കാര്യം 2 കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. പഠിക്കാൻ നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡീസ് സമയം ഇതിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റഡി സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ ഫിസിക്സ് പഠിക്കുക, അരമണിക്കൂർ കെമിസ്ട്രി പഠിക്കുക. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത ഓരോ മെത്തേഡുകളാണ്. ഓക്കെ. കാരണം വെച്ചാൽ നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഓരോ മെത്തേഡുകൾ യൂസ് ചെയ്യും. കാരണം വെച്ചാൽ അത്രയും ലോങ് ഹവേഴ്സ് നമ്മൾ ഇരിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റഡി പ്ലാൻ വഴി ഏകദേശം നിങ്ങൾ 13.5 മണിക്കൂർ, അതായത് ഓൺലൈൻ സ്റ്റുഡൻസ് ഏകദേശം 13.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു. 13.5 ഹവേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിങ്ങൾ ഏകദേശം 7 ഹവേഴ്സോളം നിങ്ങൾ ഉറങ്ങി. അതായത് 6 ഹവേഴ്സ് മാക്സിമം മതി. ഏകദേശം 7 ഹവേഴ്സോളം നിങ്ങൾ ഉറങ്ങി. അതായത് ഉറക്കം ചില പേർക്ക് 7 ഹവേഴ്സോളം ഉറങ്ങണം. ഞാനൊക്കെ 7 to 8 മണിക്കൂർ വരെ ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ 6 മണിക്കൂർ നിങ്ങൾ ക്ലാസ് കേട്ടു. ഏകദേശം 7.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു. അതായത് 7.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു, 6 മണിക്കൂർ ക്ലാസ് കേട്ടു. സോ ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അടിപൊളി സ്റ്റഡി പ്ലാൻ ആണിത്. അതായത് രാവിലെ എണീച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്, അതായത് ഡോക്ടർ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജാണ് ഇപ്പോഴും എടുത്ത് നോക്കാത്ത മെസ്സേജ് ഉണ്ട്. കുറച്ച് മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കി. സോ അതിൽ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ്, അതായത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യാം. അതായത് ഞാൻ എൻ്റെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. സോ അവിടെ തന്നെ ഒരുപാട് ഡോപ്പ സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ. സോ അവർ അവിടുത്തെ ഓൺലൈൻ ബാച്ചിനെ കുറിച്ചിട്ടും ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ചിട്ടും റെസിഡൻഷ്യൽ ബാച്ചിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് കോമൺ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡോപ്പൻ്റെ എക്സാംസ് എങ്ങനെയാണ്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ഓൺലൈൻ ബാച്ചിനെ കുറിച്ചിട്ട് പറയാം, പിന്നെ ഓഫ്ലൈൻ, പിന്നെ റെസിഡൻഷ്യൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സോ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനീഷ്യലി എക്സാംസ്, അതായത് മന്ത്ലി അവർക്ക് ഏകദേശം 10 എക്സാംസ് ആണുള്ളത്. അതായത് നിങ്ങളിപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 എക്സാം മന്ത്ലി ഉണ്ട്. അതിൽ ഒരു ഗ്രാൻഡ് മോഡൽ ഇൻക്ലൂഡഡ് ആണ്. എക്സാംസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മൺഡേ ആൻഡ് ഫ്രൈഡേ ആണ് നിങ്ങൾക്ക് വീക്കിലി എക്സാം വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ഗ്രാൻഡ് മോഡൽ ഉണ്ടാവും. ഓക്കെ. ഏകദേശം ഒരു മാസം നിങ്ങൾക്ക് ഏകദേശം 10 എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് നിങ്ങൾക്കറിയില്ല നീറ്റിലൊക്കെ വേണ്ടത് കൂടുതലായിട്ട് എക്സാംസ് എഴുതാന്നുള്ളതാണ്. സോ അതിൻ്റെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാംസിൻ്റെ കാര്യം ഡൗട്ട് ചോദിച്ചാൽ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് ക്ലാസ്സിൻ്റെ സമയമാണ്, ക്ലാസ് ടൈമിങ്. അതായത് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അറിയില്ല, എപ്പോൾ വേണമെങ്കിലും എടുത്ത് കേൾക്കാം. അതായത് അല്ലേ, റെക്കോർഡ് ക്ലാസ് ഇപ്പോൾ ഞാനൊക്കെ പ്രിഫർ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനൊക്കെ റെക്കോർഡ് ക്ലാസ് ആണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പോസ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാം. പിന്നെ ലൈവ് ആണെന്നുണ്ടെങ്കിൽ സൂമിൽ അവർ ഷെഡ്യൂൾ ചെയ്യും, തലേ ദിവസം തന്നെ ഷെഡ്യൂൾ ചെയ്ത് തരും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ എടുത്തിട്ട് കാണാൻ പറ്റും. സോ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിലോട്ട് കയറിയിട്ട് ക്ലാസ് കാണാൻ പറ്റും. സോ അങ്ങനെയാണ് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസിൻ്റെ കാര്യങ്ങൾ. സോ അത് ആര് ഡൗട്ട് ചോദിച്ചവരുടെ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ മെൻറ്റേഴ്സ് ഞാൻ എപ്പോഴും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറയുന്നതാണ്.
ആണ് മെൻറ്റേഴ്സ്. ഡോപ്പൻ്റെ മെൻറ്റേഴ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? സോ ഇത് ഒരു നല്ല ബെനിഫിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ എനിക്കറിയുന്ന ഒരുപാട് മെൻറ്റേഴ്സ് ഡോപ്പയിലുണ്ട്. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവരൊക്കെ നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും. സോ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഏതൊരു പ്രശ്നം നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊക്കെ ഇത് ആൾറെഡി ഇതൊക്കെ അവർ ഫേസ് ചെയ്ത കുട്ടികളായിരിക്കും. ഇതൊക്കെ ആൾറെഡി അവർ ഫേസ് ചെയ്തായിരിക്കും. സോ നിങ്ങൾ എന്തൊരു ഡൗട്ട് അല്ലെങ്കിൽ എന്തൊരു എൻക്വയറി അവർക്ക് കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ എന്തൊരു കാര്യത്തിൽ നിങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യുക, ഏതൊരു ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഡൗട്ടുകളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരും. സോ അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ്. അതായത് മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെൻറ്റർഷിപ്പ്. അതായത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് അവിടെ മെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. അതായത് വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്. സോ ഇനീഷ്യലി ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. ഇപ്പോൾ ഡോപ്പയിലാണെങ്കിൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. സോ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ഏതൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, സോ 6 മണി മുതൽ 8 മണി വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഓഫ്ലൈൻ. അതായത് 6 മണി മുതൽ, അത് 6 മണി എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിയല്ല, വൈകുന്നേരം 6 മണി മുതൽ ഈവനിങ്ങിൽ 6 മണി മുതൽ 8 മണി വരെ ഫസ്റ്റ് ഷെഡ്യൂൾ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷ് ആയിട്ട് നിങ്ങൾ 2 മണിക്കൂർ, അപ്പോൾ നിങ്ങൾക്ക് അപ്പം 2 മണിക്കൂർ കിട്ടും. അതിനുശേഷം 8:20 മുതൽ, അതായത് ഒരു 20 മിനിറ്റ് ഡിന്നറാണ്. അതിനുശേഷം 10:20 വരെ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ പഠിക്കാൻ പറ്റും. പിന്നെ 10:25 വരെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 12:25 വരെ ഏകദേശം 2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പഠിക്കാൻ പറ്റും. ഏകദേശം നിങ്ങൾ ഈ ഒരു 6 മണിക്കൂർ നിങ്ങൾ പഠിച്ചു. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓഫ്ലൈൻ സ്റ്റുഡൻസിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ക്ലാസ് ആണെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ അല്ല. സോ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻ്റർവെൽസ് നിങ്ങൾക്ക് കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഉച്ചക്കൊക്കെ ഇൻ്റർവെൽസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻ്റർവെൽസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് നിങ്ങൾ സമയം കിട്ടുന്നത് വെച്ചിട്ട് ബയോളജി, അന്നെടുത്ത ബയോളജി അപ്പം തന്നെ അവിടെ തന്നെ റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബയോളജിക്ക് വേറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഓഫ്ലൈനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ടുകൾ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി നമ്മൾ ഓൺലൈൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു. ഓഫ്ലൈനെ കുറിച്ചിട്ട് ഡോപ്പനെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അപ്പോൾ ഡൗട്ട് ചോദിച്ചവരൊക്കെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇനി അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓഫ്ലൈൻ്റെ സമയമാണ് അത് ചോദിച്ചത്. അതായത് ഓഫ്ലൈൻ ബാച്ച്, ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ സ്കോളറായിട്ട് എങ്ങനെയാണ് അവരുടെ സമയം എന്നുള്ളത്. അതായത് ഏകദേശം ഒരു 9 AM തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഏകദേശം 4 to 5 PM വരെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അതിൽ ഇൻ്റർവെൽസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ആ സമയത്തൊക്കെ നിങ്ങൾ ബയോളജി ഒക്കെ റിവൈസ് ചെയ്യാൻ പറ്റുന്നൊക്കെ അന്നെടുത്ത കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ നോക്കാം. പിന്നെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ആകുമ്പോൾ ഓഫ്ലൈൻ ഫാക്കൽറ്റീസ് ആയിരിക്കും. പക്ഷേ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ റിസോഴ്സും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആപ്പ് ത്രൂ. ഓക്കെ, സോ മെൻറ്റേഴ്സ് പിന്നെ ഓൺലൈനിൽ പറഞ്ഞ പോലത്തെ യെസ് ഡോക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക മെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ ഉഷാറായിട്ട് പഠിച്ചു പോകാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ അതൊരു കാര്യം. പിന്നെ റെസിഡൻഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെസിഡൻഷ്യൽ ബാച്ചിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയണം. അത് എന്താ വെച്ചാൽ ട്രാവലിംഗ് സമയം, ഇവരുടെ പ്ലാനിൽ ട്രാവലിംഗ് സമയം ഇല്ല. ഞാനിത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രാവലിങ്ങിൻ്റെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഹോസ്റ്റല് അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ഒരു സെയിം കോമ്പൗണ്ടിലാണ്, സെയിം ഇതിലാണ്. സോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഫാക്കൽറ്റീസ് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് പോകും. ആ രീതിയിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയുമല്ലോ, റെസിഡൻഷ്യൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനെ പോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അവരുടെ ആപ്പ് ത്രൂ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് റെസിഡൻഷ്യൽ ബാച്ച്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് റിസൾട്ട്സിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ഒരുപാട് റിസൾട്ടുകൾ അവരോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ തന്നെ എന്താ പറയുക നമ്മളെ വാട്സപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോപ്പൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ അവരോട് ചോദിച്ചിട്ടാണ്. സോ അവരെന്നെ നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരൊക്കെ ഡോപ്പിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഒരുപാട് റിസൾട്ടുകളൊക്കെ ഉണ്ട്. സോ തീർച്ചയായിട്ടും അതാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ, ഡോപ്പിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ കംപ്ലീറ്റ്ലി ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സെൽഫ് സ്റ്റഡി നടത്തുന്നവർ. അത് സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമൊന്നും സെൽഫ് സ്റ്റഡി ഇല്ല, ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ് സെൽഫ് സ്റ്റഡി. എല്ലാവരും സെൽഫ് സ്റ്റഡി പഠിക്കുന്നുണ്ട്. സോ സെൽഫ് സ്റ്റഡി പഠിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. പിന്നെ സെൽഫ് സ്റ്റഡീൻ്റെ വേറെ പ്രോബ്ലം എന്താ വെച്ചാൽ എക്സാംസ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കിട്ടില്ല. അത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ BTS ഏതെങ്കിലുമൊക്കെ എന്താ പറയുക ടെസ്റ്റ് സീരീസൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. റെഡി.
പിന്നെ ഉള്ളത് അതായത് ഓഫ്ലൈൻ, അതായത് സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് രാവിലെ എണീച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ്. 14 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ വഴി പഠിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും. 10:15 മുതൽ 12:15 വരെ 2 മണിക്കൂർ കിട്ടും. 1:15 മുതൽ 3:15 വരെ 2 മണിക്കൂർ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 12:30 വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ 8 മണി മുതൽ, പിന്നെ നമ്മൾ എന്താ പറയുക, 10:05 മുതൽ 10:30 വരെ ഏകദേശം ഒരു 25 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് കൊടുക്കുന്നുണ്ട് ഡിന്നറിനാണ്. പിന്നെ ഉച്ചക്കും അതേപോലെ തന്നെ, അതായത് ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ 1 മണിക്കൂർ ഇവിടെ, അതായത് 12:15 മുതൽ 1:15 വരെ നിങ്ങൾ ഉച്ചക്കും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇതിൽ നിങ്ങളുടെ ഇതനുസരിച്ച്, അതായത് സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ നിങ്ങൾ ഈ സമയത്ത് ഇന്നത് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ക്ലാസ് കേൾക്കുക, തോന്നുന്ന സമയത്ത് പഠിക്കുക. ഈ ഒരു പ്ലാൻ വഴി തന്നെ നിങ്ങൾ പഠിക്കണം. പക്ഷേ യു ക്യാൻ മാനേജ് ദാറ്റ്, അതായത് നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക ഏതൊക്കെ സാധനങ്ങളാണ് എപ്പോൾ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ഇതൊരു പക്ക അടിപൊളി പ്ലാനാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കയറിയാൽ മതി, ടെലഗ്രാം ചാനലും കയറിയാൽ മതി. ഏകദേശം 14 മണിക്കൂർ പഠിച്ചു, റിവിഷൻ കംപ്ലീറ്റ് ആയി, ക്ലാസ് കേട്ടു. ഓക്കെ, അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക്, അതായത് ഫ്രീ ക്ലാസ് ഒക്കെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഡൗട്ടുകളാണ് നമുക്ക് കിട്ടുന്നത് വാട്സപ്പിലായാലും. അപ്പോൾ ഇവർക്കെല്ലാം ഡൗട്ടുകൾ എടുക്കാനുള്ള സമയം നമ്മളെ കയ്യിലില്ല, കാരണം വെച്ചാൽ എക്സാം കാര്യങ്ങളൊക്കെ വരികയാണ്. സോ ഒരു പ്ലാൻ, ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് പക്ക അടിപൊളി പ്ലാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എണീച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ള അടിപൊളി സ്റ്റഡി പ്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നല്ലുള്ള വീഡിയോ നല്ല റീച്ച് കിട്ടുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക്, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇന്നും വരുന്നതായിരിക്കും. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.